ശബരിമലയിൽ കൂടുതൽ സ്വർണ്ണക്കൊള്ള പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി കൊള്ളയടിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ശ്രീകോവിലിന്റെ കട്ടളയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത ചെമ്പുപാളികളിലും രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത പാളികളിലും കട്ടളയിലെ മുകൾപ്പടിയിലെ പാളികളിലും പൊതിഞ്ഞിരുന്ന സ്വർണവും കവർന്നു. 7 ചെമ്പുപാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ടെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുണ്ട്, കൊള്ള ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ SITയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരുന്നത്. ദ്വാരപാലക ശില്പത്തിലെയും ഒപ്പം കട്ടിളപ്പാളിയിലെയും സ്വർണം പൂശാൻ എന്ന തരത്തിൽ കൊണ്ടുപോവുകയും ആ സ്വർണം അടിച്ചു മാറ്റുകയും അല്ലെങ്കിൽ കൊള്ള ചെയ്യുകയും ചെയ്തു എന്നായിരുന്നു തുടക്കത്തിലുള്ള കണ്ടെത്തൽ. പക്ഷേ അത് മാത്രമല്ല, ഈ ഒരു കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ഈ ഒരു പ്രഭാമണ്ഡലത്തിൽ നിന്നുള്ള സ്വർണവും ഈ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ കൊള്ള നടത്തിയിട്ടുണ്ടെന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൽ പുറത്തു വരുന്നത്. അതായത് ഈ കണക്കിൽപ്പെടുന്ന, അതായത് നിലവിലെ അന്വേഷണ പരിധിയിൽ വരുന്ന സ്വർണത്തിനേക്കാൾ കൂടുതൽ സ്വർണം ഇവിടെ നിന്നും കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. മാത്രമല്ല, ഈ സ്വർണം കൊള്ള ചെയ്ത് കൊണ്ടുപോയ സ്വർണം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു, കൃത്യമായി പങ്കിട്ടെടുത്തു എന്ന തരത്തിലുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു കൊള്ള നടന്നിട്ടുള്ള ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും തിരുവനന്തപുരത്തെ VSSCയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഈ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വരുമ്പോഴാണ് ഇതിൽ കൃത്യമായി എത്ര സ്വർണം ഇവിടെ നിന്നും കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനൊപ്പം തന്നെ ഈ ഒരു ഗൂഢാലോചനയിൽ ഇപ്പോൾ കുറ്റപത്രത്തിലും ഒപ്പം തന്നെ കസ്റ്റഡിയിലിരിക്കുന്നതുമായിട്ടുള്ള നിരവധി പേർ പങ്കെടുത്തിട്ടുണ്ട്. അതായത് പത്മകുമാർ അടക്കമുള്ളവർ ഇതിൽ കൃത്യമായി പങ്കാളികളായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഈ ഒരു ഉന്നതരുമായുള്ള ഗൂഢാലോചന നടത്തി ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായി പങ്കാളികളായ N. വാസു, പത്മകുമാർ ഒപ്പമുള്ള എല്ലാവരും ഇതിൻ്റെ ഒരു സാമ്പത്തിക ലാഭമടക്കം നേടി എന്ന തരത്തിലുള്ള രീതിയിലേക്കുള്ള അന്വേഷണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ. അതായത് ദേവസ്വം മന്ത്രിയായിരുന്ന ഈ ഒരു കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ കൃത്യമായി പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത്. പക്ഷേ ആ ചോദ്യം ചെയ്തതിനു ശേഷം ലഭിച്ച വിവരങ്ങൾ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിദേശ പര്യടനം അടക്കം ചർച്ച ചെയ്യും. കാരണം ഒരു വിദേശ പര്യടനം നടത്തിയിട്ടുണ്ട്. ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലവും ഒപ്പം തന്നെ അന്ന് താമസിച്ച സ്ഥലങ്ങളും ഒപ്പം ഫോൺ കോളുകളും യാത്രാ വിവരങ്ങളും എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഇനി മറ്റൊരു ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ കടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് തന്നെയുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉന്നതരിലേക്ക് എത്രയും പെട്ടെന്ന് SIT എത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. 900-ലധികം ഗ്രാം സ്വർണം കട്ടു എന്ന് പറയുന്നതിൽ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ഇവിടെ നിന്നും നഷ്ടമായി എന്നതും വരും ദിവസങ്ങളിലെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുള്ളൂ. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.